മലയാള സിനിമയിൽ ഒരു കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ മിസ്റ്ററി ഡാർക്ക് പടങ്ങളിലെ ചാകരയായിരുന്നു. ഏത് പടം നോക്കിയാലും അത് ഭയങ്കര ഡാർക്ക്, എന്തെങ്കിലും ഒരു സസ്പെൻസ് എലമെന്റ് ഒക്കെ ഉള്ള ഒരു സിനിമയായിരിക്കും. ആ സമയത്തൊന്നും കോമഡിയും കണ്ടിട്ടില്ല. പക്ഷെ ഈ വർഷം ഏതായാലും അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത്യാവശ്യം കുറച്ച് നല്ല ഫൺ കോമഡി എന്റർടൈനേഴ്സും വരുന്നുണ്ട്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ വന്നു, സാഹസം, ദ പെറ്റ് ഡിറ്റക്റ്റീവ്, ഇപ്പൊ നെല്ലിങ്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. ഒരു ഫൺ എന്റർടൈനർ തന്നെയായിരുന്നു. 125 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. ആ ഒരു ഹോൾ റൺ ടൈം നല്ല രസത്തോടെ നമുക്ക് ഇരുന്ന് ഈ സിനിമ കാണാൻ പറ്റും. സിനിമയുടെ കഥയെ പറ്റി എടുത്തു പറയാൻ ഒന്നുമില്ല. വളരെ ഫെമിലിയർ, വളരെ പ്രഡിക്റ്റബിൾ ആയ സ്റ്റോറിയാണ്. നെല്ലിങ്കപ്പോയിൽ എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ രാത്രി കുതിരക്കാലൻ വരുന്നു, നാട്ടുകാരെ പേടിപ്പിക്കുന്നു. ഈ കുതിരക്കാലിനെ പിടിക്കാൻ വേണ്ടി അവിടുത്തെ 3 പിള്ളേർ ഇറങ്ങുന്നു. വളരെ ഫെമിലിയർ സ്റ്റോറി, പക്ഷെ വളരെ രസമായി എടുത്തിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ തന്നെ വേറൊരു വർഷം എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഇതായിട്ട് കൂടുതൽ വർക്ക് ചെയ്ത് അവര് പേപ്പറിൽ എന്ത് ചെയ്യും അത് അതേപോലെ സ്ക്രീനിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായാലും ഒരു നിമിഷം പോലും ബോറടിക്കാണ്ട് വളരെ എന്റർടൈൻ ചെയ്ത് ഗ്രിപ്പ് ചെയ്തെടുത്തുന്ന ഒരു സിനിമ തന്നെയാണ് നെല്ലിങ്ങാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. എനിക്ക് ഏതായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഈ സിനിമ കാണാൻ പോകുമ്പോൾ ലോജിക്കും അങ്ങനെ വലിയ കാര്യത്തിലൊന്നും ചിന്തിക്കേണ്ട. എങ്ങനെയാണോ പെറ്റ് ഡിറ്റക്റ്റീവ് ആണെങ്കിലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലാണെങ്കിലും കാണാൻ പോയത്, അതേ മൈൻഡ് സെറ്റ് തന്നെ പോയി കാണുക. നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്യു തോമസ് ആണ് ലീഡ് ക്യാരക്ടർ ചെയ്തത്. മാത്യു തോമസ് വളരെ വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്യു തോമസിന്റെ കൂടെ 2 കൂട്ടുകാരുണ്ട്, റോഷനും ശരത് സബി. 2 പേരും പേട്ടച്ച അഭിനയിച്ചിട്ടുണ്ട്. സൂപ്പർ ആയിരുന്നു. അവരുടെ കോമിക് ടൈമിംഗ് ആണ് എനിക്ക് കൂടുതൽ അടിപൊളിയുടെ വർക്കായത്. പിന്നെ നമ്മുടെ വാഴയിലെ മീനാക്ഷി ഉണ്ട്, ഭയങ്കര ക്യൂട്ടായിരുന്നു. അബു സലീം രസമായിരുന്നു. മെറിൻ ഫിലിപ്പിന്റെ സീൻസ് ഒന്നും എനിക്ക് അധികം അങ്ങോട്ട് വർക്കായില്ല. കുറച്ചും കൂടെ കുറച്ചും കൂടെ റീവർക്ക് ചെയ്ത് എടുക്കായിരുന്നു എന്നാണ് തോന്നിയത്. ആ സീൻസ് ആണെങ്കിലും ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നില്ല. ഒരു 1980-ലോ 90-ലൊക്കെ സീരിയൽ കാണുന്ന കുറെ ഒരു ഫീലാണ് കിട്ടിയത്. പക്ഷെ അത് കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ ഇതിൽ ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു 1980 കാലഘട്ടം വളരെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് തന്നെയാണ് അവർ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് നല്ല വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ നടക്കുന്നത് തമിഴ്നാട് തിരുവനന്തപുരം ബോർഡറിലൊക്കെ കണ്ടാണ്. പക്ഷെ അവിടുത്തെ സ്ലാങ് ഒന്നും അല്ല ഇടുന്ന നാട്ടുകാർ സംസാരിക്കുന്നത്. എല്ലാവരും നമ്മുടെ ഇപ്പോഴത്തെ കൊച്ചി സ്ലാങ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇംഗ്ലീഷും വേർഡ്സും അതേപോലത്തെ ഒരു രീതിയിലാണ് എല്ലാവരും സംസാരം. അതൊക്കെ ഒന്ന് ബെറ്റർ ആക്കായിരുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേട്ടോ. ആ എന്റർടൈൻമെന്റ് ഫാക്ടർ ഒന്നും മിസ്സിംഗ് ആവില്ല. പിന്നെ ഇതിലെ സൗണ്ട് ഡിസൈൻ, കളർ ഗ്രേഡിങ്, കോസ്റ്റ്യൂംസ് എല്ലാം കമന്റബിൾ സൂപ്പർ വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ മ്യൂസിക്, ഈ ഒരു കൾച്ചർ സംഭവമൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് എല്ലാം സിനിമയുടെ ആ മൂഡിനനുസരിച്ച് ചേർന്നാണെങ്കിൽ തന്നെയാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വിഷ്വൽസും ആ ഒരു മിസ്റ്ററി വൈബ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ കോമഡിയുടെ കൂടെ തന്നെ. ഈ സിനിമ മോസ്റ്റ്ലി ഷൂട്ട് ചെയ്തിരിക്കുന്നത് നൈറ്റ് സീൻസ് ആണ്. നൈറ്റ് സീൻസ് നല്ല വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എഡിറ്റിംഗ് സൂപ്പർ ആയിരുന്നു. ആ ഒരു ഭയങ്കര ടൈറ്റ് ആക്കി തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഏതായാലും നൗഫൽ അബ്ദുള്ള എന്ന ഡെബ്യൂ ഡയറക്ടർ ഈ ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ പരിപാടി വളരെ നൈസായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറോൾ ഒരു ഫൺ എൻജോയബിൾ മിസ്റ്ററി എന്റർടൈനർ തന്നെയാണ് നെല്ലിക്കാംപോയിൽ നൈറ്റ് റൈഡേഴ്സ്. തിയേറ്ററിൽ കാണാനുള്ള സംഭവം ഉണ്ട്.